സ്പോട്ട് ലൈവിന് പോകുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയിലേക്കാണ്. കാട്ടാക്കടയിൽ 13-കാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പാസ്റ്റർ അറസ്റ്റിൽ. വട്ടിയൂർക്കാവ് സ്വദേശിയും പെന്തക്കോസ്ത് പള്ളിയിലെ പാസ്റ്ററുമായ രവീന്ദ്രനാഥാണ് അറസ്റ്റിലായത്. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ 13-കാരനെ പരിചയപ്പെടുകയും തന്റെ ടാബ് ശരിയാക്കി തരാമോ എന്ന് ചോദിച്ച കുട്ടിയെ ഇയാൾ വിളിക്കുകയുമായിരുന്നു. തുടർന്ന് ടാബിൽ അശ്ലീല ചിത്രം കാട്ടി പീഡിപ്പിക്കാൻ ശ്രമിച്ചതാണ് പരാതി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം? എങ്ങനെയാണ് ഈ സംഭവം പുറത്തു വരുന്നത്? ടോം, കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ പരാമർശിച്ച പോലെ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ കാട്ടാക്കടയിൽ അതല്ലെങ്കിൽ പൂവച്ചൽ കുറവുകോണത്ത് ആനയിൽ പെന്തക്കോസ്ത് പള്ളിയിലെ പാസ്റ്ററാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കാട്ടാക്കട പോലീസിന്റെ പിടിയിലായിരിക്കുന്ന രവീന്ദ്രനാഥ്. ഇദ്ദേഹം ആശുപത്രിയിൽ പോയ ശേഷം കഴിഞ്ഞ ദിവസം മടങ്ങി വരുന്നതിനിടയിലാണ് 13-കാരനെ കാണുന്നത്. അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ടാബ് നന്നാക്കി തരാമോ എന്ന് ഈ 13-കാരനോട് ചോദിക്കുന്നു. 13-കാരൻ കുഴപ്പമില്ല, ശരിയാക്കി തരാമെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഫോൾഡർ തുറക്കുന്നു. ആ ഫോൾഡർ തുറക്കുമ്പോൾ അതിൽ അശ്ലീല ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ ഈ കുട്ടി പകച്ച് അവിടെ നിന്ന് മാറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇയാൾ പിടിച്ചു നിർത്തി ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് 13-കാരൻ പറയുന്നത്. തുടർന്ന് ഈ കുട്ടിയെ ഈ കാര്യം മറ്റാരും അറിയരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭക്ഷണവും പണവും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. പക്ഷേ കുട്ടി വീട്ടിലെത്തി മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് കാട്ടാക്കട പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് കാട്ടാക്കട പോലീസ് വട്ടിയൂർക്കാവ് കുലശേഖരം സ്വദേശിയായ രവീന്ദ്രനാഥിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾ റിമാൻഡിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ടോം, ഡാനി, രവീന്ദ്രനാഥിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? സാധാരണ ഒരു പാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ആത്മീയ തലത്തിൽ ജീവിക്കേണ്ട വ്യക്തിയാണ്. ഈ രീതിയിൽ ഒരു കുഞ്ഞിനോട്, ഒരു കുട്ടിയോട്, ഒരു 13-കാരനോടൊക്കെ മോശമായി പെരുമാറാൻ ഇയാൾക്ക് തോന്നുന്നു. ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകളിലൊക്കെ ഇത് സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ ഇയാൾ? അങ്ങനത്തെ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നേരത്തെ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ദുരനുഭവം ആർക്കെങ്കിലും നേരിട്ടതായുള്ള പരാതി പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊന്നും, ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇത് ഇത്തരമൊരു കാര്യം, അതായത് ഈ 13-കാരനോട് ഇദ്ദേഹം മോശമായി പെരുമാറിയിട്ടുണ്ട്, രവീന്ദ്രനാഥ് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന കാര്യം കാട്ടാക്കട പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് കൃത്യമായി ഈ 13-കാരനെ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതായത് ഈ ടാബ് നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തന്നെ ഇങ്ങനെ ഇയാൾ പരിചയപ്പെട്ടതിന് ശേഷം ഇതിലെ ഒരു ഫോൾഡർ തുറക്കാൻ ആവശ്യപ്പെടുന്നു. ഫോൾഡർ തുറക്കുന്നതിനിടയിലാണ് ഈ അശ്ലീല ദൃശ്യങ്ങൾ ഈ കൊച്ചിനെ കാണിക്കുന്നത്. അതിനുശേഷം ഈ കുട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ കുഞ്ഞിനെ ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് കുഞ്ഞ് നൽകിയിരിക്കുന്ന മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാട്ടാക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ നേരത്തെ ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സമാനമായ കുറ്റകൃത്യങ്ങളിൽ രവീന്ദ്രനാഥ് ഏർപ്പെട്ടിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പോലീസ് അദ്ദേഹത്തിൻ്റെ മറ്റേ ബാക്ക്ഗ്രൗണ്ട് അടക്കം നേരത്തെ ഏറ്റവും സൂചിപ്പിച്ച പോലെ നേരത്തെ സമാനമായ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഇദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വട്ടിയൂർക്കാവ് കുലശേഖരം സ്വദേശിയാണ്. അതുകൊണ്ട് വിശദമായി തന്നെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളോട് മോശമായി പെരുമാറുന്നതുമായി ബന്ധപ്പെട്ട നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ രവീന്ദ്രനാഥിന് എതിരെ ഉണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരുന്നു. നേരത്തെ ടോം പറഞ്ഞതുപോലെ ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഈ ആത്മീയമായ പ്രവർത്തനങ്ങളിലൊക്കെ നേതൃത്വം നൽകുന്നവർ. അവർ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് സമൂഹത്തിന് തെറ്റായൊരു മാതൃകയായി മാറുന്നു. ഇത്തരം സംഭവങ്ങൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒടുവിലത്തേതായി മാറുകയാണ് ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന കാട്ടാക്കടയിൽ നിന്നുള്ള വാർത്ത. ഞാൻ തീർച്ചയായും ഇത് അവരുടെ സഭയ്ക്ക് ഉൾപ്പെടെ വലിയ നാണക്കേടുണ്ടാക്കുന്നൊരു വിഷയമാണ്. എന്തായാലും ഇത്തരം ഒരു പീഡന കേസിൽ, ലൈംഗിക പീഡന കേസിൽ ഈ പാസ്റ്റർ ഉൾപ്പെട്ട സാഹചര്യത്തിൽ പിടിയിലായ ഒരു പശ്ചാത്തലത്തിൽ സഭാതലത്തിൽ ഈ പാസ്റ്റർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമോ? സ്വാഭാവികമായും അത്തരമൊരു നടപടി എടുക്കേണ്ടതായി വരും. കാരണം പോലീസ് ഇക്കാര്യം, ഈ പരാതി എന്നതിനപ്പുറത്തേക്ക് പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തി അതിൽ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭാ നേതൃത്വത്തിന് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കേണ്ടത് സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ തെറ്റായ പ്രവണതകളെ വെച്ച് പൊറുപ്പിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്നത്
നടത്തിയതിന് അദ്ദേഹത്തിന് എതിരെ നടപടി എടുക്കേണ്ടത് അനിവാര്യതയായി വരും. പക്ഷേ ഇതിനോടകം അത്തരത്തിൽ എന്തെങ്കിലും നടപടി എടുത്തതായുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ അതിനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇദ്ദേഹം സ്വതന്ത്രമായ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ടാണോ ഈ പൂവച്ചലിൽ പ്രവർത്തിച്ചിരുന്നത്, അതോ ഏതെങ്കിലും അംഗീകൃതമായ മതസ്ഥാപനത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന കാര്യങ്ങളൊക്കെ വിശദമായ പരിശോധനകൾ നടക്കേണ്ടതുണ്ട് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിവരം. ടോം, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ് പാസ്റ്റർമാരും മദ്രസ അധ്യാപകരും പൂജാരിമാരുമൊക്കെ. പക്ഷെ അവരാണ് ഈ സമീപ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ആത്മീയ ജീവിതം നയിക്കുന്നവർ പോലും ലൈംഗിക പീഡന കേസുകളിൽ ഉൾപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. അതിൽ കൂടുതലും ഇരകളാകുന്നത് കൊച്ചു കുട്ടികളാണെന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.